So what is the meaning of the reducibility? Suppose that we have two problems given. So here we can see this is one of the problem and this is the second problem, and I am giving this one as the problem L2, and this problem, for this one I am giving the name L1. So L1 is one problem, L2 is another problem. And suppose if you are examining these two problems, we can see that they are similar to each other. That means if you are able to find out a technique in order to solve the first problem, using that technique we can solve the second problem. Okay, so that means that in the case of computational theory, if you are able to find a polynomial time algorithm for solving this problem, and if you can use the same algorithm for solving the second problem, we can say that L1 can be reduced in polynomial time to the L2. Okay. അപ്പോൾ നമ്മുടെ കയ്യിൽ ഇപ്പോൾ ഈ ഒരു എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ നമുക്കറിയാം ഫസ്റ്റ് എക്സാമ്പിളും സെക്കൻഡ് എക്സാമ്പിളും ഏതാണ്ട് ഒരേ രീതിയിലാണ് ചെയ്യേണ്ടത്. ഇതിലേതെങ്കിലും ഈ രണ്ടും ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ആയിട്ടാണ് നമുക്ക് തോന്നുന്നത്. സോ ഇതിൽ ഏതെങ്കിലും ഒരു മെത്തേഡിന്, ഏതെങ്കിലും ഒരു പ്രോബ്ലത്തിന് നിങ്ങളൊരു ട്രിക്ക്, അതായത് വേഗം കണ്ടുപിടിക്കാനുള്ള ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാനുള്ള ഒരു മാർഗം കാണുകയാണെങ്കിൽ അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതും കൂടെ സോൾവ് ചെയ്യാൻ പറ്റും. സോ കമ്പ്യൂട്ടേഷണൽ തിയറിയുടെ ആസ്പെക്റ്റിൽ നോക്കുകയാണെങ്കിൽ, സോ ലെറ്റ് ഇറ്റ് ബി ദ പ്രോബ്ലം L2 ആൻഡ് consider another problem L1. Suppose if you are able to find out an algorithm which can solve this problem in polynomial time, ഈ ഒരു പ്രോബ്ലത്തെ പോളിനോമിയൽ ടൈമിൽ, അതായത് ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റുന്നുള്ള ഒരു അൽഗോരിതം നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, ആൻഡ് ഇഫ് യു ക്യാൻ യൂസ് ദ സെയിം പോളിനോമിയൽ ടൈം അൽഗോരിതം ടു സോൾവ് ദ സെക്കൻഡ് പ്രോബ്ലം, അതായത് രണ്ടും ഒരേപോലത്തെ പ്രോബ്ലം ആയതുകൊണ്ട് ഇതിൽ സെക്കൻഡ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ നമുക്ക് അതേ മെത്തേഡ്, അതേ അൽഗോരിതം, പോളിനോമിയൽ ടൈം അൽഗോരിതം നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ, അതായത് L2-നുള്ള സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് L1 നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റിയാൽ, യു ക്യാൻ സേ ദാറ്റ് L2 ക്യാൻ ബി റെഡ്യൂസ്ഡ് ടു L1. അതിനെ ഡിനോട്ട് ചെയ്യണത് ഈ ഒരു സിമ്പൽ വെച്ചിട്ടാണ്. L1 ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ പോളിനോമിയൽ ടൈം. P മീൻസ് പോളിനോമിയൽ ടൈമിൽ. ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള ട്രാൻസിഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് വേഗം നടത്താൻ പറ്റും. ദാറ്റ് ഈസ് ഇഫ് യു ആർ ടേക്കിംഗ് ആൻ എക്സാമ്പിൾ ഓഫ് L1 എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിൾ എടുക്കുക, എന്നിട്ട് അതിൽ നിന്നും L2 എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് അതിനെ മാറ്റുക. ഈ മാറ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പോളിനോമിയൽ ടൈമിലായിരിക്കും. അങ്ങനെയാണെങ്കിൽ L2-ന് ഏത് പ്രോബ്ലമാണോ, ഏത് അൽഗോരിതം വെച്ചിട്ടാണോ, ഏത് പോളിനോമിയൽ ടൈം അൽഗോരിതം വെച്ചിട്ടാണോ L2-നെ സോൾവ് ചെയ്തത്, അതേ അൽഗോരിതം വെച്ചിട്ട് നമുക്ക് L1-ഉം കൂടെ സോൾവ് ചെയ്യാൻ പറ്റും. So that is the meaning of L1 can be reduced in polynomial time to L2. ഇതിന് വേറൊരു സിമ്പലും കൂടെ വെച്ച് നമുക്ക് ഡിനോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് ഈ സിമ്പലും ലെസ് ദാൻ ഓർ ഈക്വൽ ടു എന്നുള്ളതിന് പകരം ഇതിൻ്റെ മീനിങ്, ഈ നൊട്ടേഷൻ യൂസ് ചെയ്താലും ഇതിൻ്റെ മീനിങ് L1 ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ പോളിനോമിയൽ ടു L2 എന്നാണ് അർത്ഥം. അപ്പോൾ ഇതിൽ L1 L2 എന്നൊക്കെ പറയുന്നത് രണ്ട് പ്രോബ്ലംസ്. അപ്പോൾ ഈ ഒരു പ്രോബ്ലത്തിനുള്ള ഒരു പോളിനോമിയൽ ടൈം അൽഗോരിതം നിങ്ങളെ കൊണ്ട് കണ്ടുപിടിക്കാൻ പറ്റിയാൽ, ആ പോളിനോമിയൽ ടൈം അൽഗോരിതം യൂസ് ചെയ്തിട്ട് നമുക്ക് ഫസ്റ്റ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റിയാൽ, വി ക്യാൻ സേ ദാറ്റ് L1 ക്യാൻ ബി റെഡ്യൂസ്ഡ് ഇൻ പോളിനോമിയൽ ടൈം ടു L2. So this is the definition for reducibility. If L1 and L2 are two problems, problem L1 can be reduced to L2 if there is a way to solve L1 by a deterministic polynomial time algorithm, and we can use the same deterministic algorithm can be used for solving L2 in polynomial time. Then we can say that L1 can be reduced in polynomial to L2, or this can be notated by using this equation. അപ്പോൾ ഇയാൾക്കൊരു പോളിനോമിയൽ ടൈം ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കണ്ടുപിടിക്കാൻ പറ്റിയാൽ, അത് യൂസ് ചെയ്തിട്ട് നമുക്ക് ഇയാളെയും കൂടെ സോൾവ് ചെയ്യാൻ പറ്റിയാൽ, we can say that L1 can be reduced in polynomial time to L2. ഇനി റെഡ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഒരു ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. അതായത് ഇപ്പോൾ നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തു, L2-നുള്ള ഒരു അൽഗോരിതം കണ്ടുപിടിച്ചാൽ, പോളിനോമിയൽ ടൈമിൽ ഡിറ്റർമിനിസ്റ്റിക് അൽഗോരിതം കണ്ടുപിടിച്ചാൽ നമുക്ക് L1 സോൾവ് ചെയ്യാൻ പറ്റും എന്ന് വെച്ചോളൂ. ആൻഡ് L2 ക്യാൻ ബി റെഡ്യൂസ് ടു L3. ദാറ്റ് ഈസ് L3-ക്ക് ഒരു അൽഗോരിതം കണ്ടുപിടിച്ചു, അതിൽ വെച്ചിട്ട് നമുക്ക് L1 ചെയ്യാൻ പറ്റിയാൽ, ദാറ്റ് മീൻസ് ദാറ്റ് L1 ക്യാൻ ബി റെഡ്യൂസ് ടു L3. അപ്പോൾ L1-ഉം L3-യും തമ്മിലും ഒരു റെഡ്യൂസിബിലിറ്റി റിലേഷൻ ഉണ്ട്. ദാറ്റ് ഈസ് റെഡ്യൂസിബിലിറ്റി എന്ന് പറഞ്ഞ റിലേഷൻ ട്രാൻസിറ്റീവ് റിലേഷൻ ആണ്. Now we are going to discuss about the next class of problem. അതിൽ first one NpHard problem, second one is NP complete problem. NP complete is also called NPC. So what is the meaning of NpHard problem?
സോ വി ഹാവ് സീൻ ദാറ്റ് ഇപ്പോൾ നമ്മൾ പഠിച്ച ആ ഒരു എക്സാമ്പിളിൽ we have seen about one class of problem that is called NP. NP എന്ന് പറഞ്ഞ ഒരു ക്ലാസ് ഓഫ് പ്രോബ്ലത്തെ കുറിച്ച് ഇപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. അതായത് ഇതിൽ വരുന്ന പ്രോബ്ലത്തിൽ എല്ലാം ഡിസിഷൻ പ്രോബ്ലംസ് ആണ്. ആൻഡ് വി സീംസ് ദാറ്റ് ദിസ് ഇസ് എ ഹാർഡ് പ്രോബ്ലം. ഇത് അല്പം ബുദ്ധിമുട്ടുള്ള പ്രോബ്ലമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. ഓക്കെ, ദെൻ ഇതിലൊരു ഹാർഡസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം എടുക്കുക. ഹാർഡസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം എന്ന് പറഞ്ഞാൽ ഈ NP തന്നെ ഹാർഡായിട്ടുള്ള പ്രോബ്ലംസ്, ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം ആണ്. അതിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ളൊരു പ്രോബ്ലം എടുക്കുക. ആൻഡ് യു ടേക്ക് അനദർ ക്ലാസ് ഓഫ് പ്രോബ്ലം ദാറ്റ് ഈസ് കോൾഡ്, വേറൊരു ക്ലാസ് എടുത്തു. ഇതിലും കുറേ പ്രോബ്ലംസ് ഉണ്ട്. ഇതിനകത്തെ ഒരു പ്രോബ്ലം എടുക്കുക. ഓക്കെ, ആൻഡ് സപ്പോസ് ദാറ്റ് കോംപ്ലക്സിറ്റി വൈസ്, അതായത് അതിൻ്റെ ബുദ്ധിമുട്ട് ഡിഫിക്കൽറ്റി വൈസ് ഇതിലെ ഏറ്റവും ഹാർഡസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം പോലെ തന്നെ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലമാണ് നമ്മൾ എടുക്കുന്ന ഈ ക്ലാസ്സിലെ പ്രോബ്ലം. ഓക്കെ, ദാറ്റ് ഈസ് ദിസ് പ്രോബ്ലം ഈസ് ഫ്രം എ ക്ലാസ് വിച്ച് ഈസ് ആസ് ഹാർഡ് ആസ് ദ ഹാർഡസ്റ്റ് പ്രോബ്ലം ഇൻ NP. അപ്പോൾ NP എന്ന് പറഞ്ഞ ക്ലാസ് മൊത്തം ഹാർഡായിട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതിനകത്ത് ഏറ്റവും വലിയ ഹാർഡസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലമാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ബാക്കിയെല്ലാം ഇതിനേക്കാളും ചിലപ്പോൾ സെയിം അല്ലെങ്കിൽ ഈക്വൽ സെയിം അല്ലെങ്കിൽ ലെസ് കോംപ്ലിക്കേറ്റഡ് ആയിരിക്കും. അപ്പോൾ ഈ ഒരു ക്ലാസ് തന്നെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ക്ലാസ്സാണ്. അതിൽ ഒരു ഹാർഡസ്റ്റ് പ്രോബ്ലം എടുത്തു. ആ ഹാർഡസ്റ്റ് പ്രോബ്ലത്തിന് അതേപോലെ ഹാർഡായിട്ടുള്ള വേറൊരു ക്ലാസ് ഓഫ് പ്രോബ്ലം നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ ഈ ഗ്രൂപ്പിലുള്ള എല്ലാ പ്രോബ്ലവും ആ രീതിയിൽ ഹാർഡസ്റ്റ് ആയിട്ടുള്ള പ്രോബ്ലം ആയിരിക്കും. സോ ദിസ് പ്രോബ്ലം ഈസ് കോൾഡ് NpHard പ്രോബ്ലം. NpHard പ്രോബ്ലം. ഓക്കെ, സോ NpHard എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് അനദർ ക്ലാസ് ഓഫ് പ്രോബ്ലം. കമ്പ്യൂട്ടേഷണൽ തിയറിയിൽ, കോംപ്ലക്സിറ്റി തിയറിയിൽ ഈ NpHard എന്ന് പറഞ്ഞാൽ ഒരു ക്ലാസ് ഓഫ് പ്രോബ്ലംസ് ആണ്. ഇതിനകത്ത് കുറേ പ്രോബ്ലംസ് ഉണ്ട്. ആ പ്രോബ്ലംസ് NpHard ആവണം എന്നുണ്ടെങ്കിൽ ആ പ്രോബ്ലം, അതിനകത്തുള്ളൊരു പ്രോബ്ലം ഇറ്റ് ഷുഡ് ബി ആസ് ഹാർഡ് ആസ് ദ ഹാർഡസ്റ്റ് പ്രോബ്ലം ഇൻ NP തന്നെ ഹാർഡായിട്ടുള്ള പ്രോബ്ലമാണ്. അതിലെ ഒരു ഹാർഡസ്റ്റ് പ്രോബ്ലത്തിൻ്റെ അത്രയും ബുദ്ധിമുട്ടായിട്ടുള്ള വേറൊരു ക്ലാസ് ഓഫ് പ്രോബ്ലത്തിനെയാണ് NpHard പ്രോബ്ലം എന്ന് പറയുന്നത്. സപ്പോസ് ദാറ്റ് നമ്മളെടുത്ത പ്രോബ്ലം, അതായത് ഈ NpHard പ്രോബ്ലത്തിന് നമ്മളൊരു പേര് കൊടുത്തു H. ഓക്കെ, H എന്ന് പറഞ്ഞൊരു NpHard പ്രോബ്ലം ആവണം എന്നുണ്ടെങ്കിൽ ഈ NP എന്ന് പറഞ്ഞ ഈ ക്ലാസ്സിൽ ഓരോ പ്രോബ്ലത്തെയും, ലെറ്റ് L be a problem in NP, if you can reduce that problem L in polynomial time to H. ഓക്കെ, അപ്പോൾ ഇത് NpHard ആവണം എന്നുണ്ടെങ്കിൽ കണ്ടീഷൻ ഇതാണ്. H എന്ന് പറഞ്ഞത് ഒരു NpHard പ്രോബ്ലം ആവണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഈ NP എന്ന് പറഞ്ഞ ക്ലാസ്സിൽ ഓരോ പ്രോബ്ലത്തെയും ഇഫ് യു ആർ ഏബിൾ ടു റെഡ്യൂസ് ഇൻ പോളിനോമിയൽ ടൈം ടു H, then we can say that H is an NpHard പ്രോബ്ലം. അപ്പോൾ ഇത് എങ്ങനത്തെ ഹാർഡായിട്ടുള്ള പ്രോബ്ലം ആയിരിക്കണം? ഈ NP എന്ന് പറഞ്ഞ ക്ലാസ്സിലുള്ളത് എല്ലാം ഹാർഡായിട്ടുള്ള പ്രോബ്ലമാണ്. അതിനകത്തെ ഒരു ഹാർഡസ്റ്റ് പ്രോബ്ലത്തിന് അത്രയും ബുദ്ധിമുട്ടുള്ള വേറൊരു ക്ലാസ് ഓഫ് പ്രോബ്ലം. അപ്പോൾ ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലവും NpHard ആണ്. NpHard ആണെന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് എന്താ? ഇതിനകത്തുള്ള എല്ലാ പ്രോബ്ലംസും ദാറ്റ് ആർ ആസ് ഹാർഡ് ആസ് ദ ഹാർഡസ്റ്റ് പ്രോബ്ലം ഇൻ NP. അപ്പോൾ അങ്ങനെ ആവണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് ഇതിനുള്ളൊരു സൊല്യൂഷൻ, കാരണം ഇത് രണ്ടും ഏകദേശം ഒരേ ബുദ്ധിമുട്ട്, ഒരേ ഡിഫിക്കൽറ്റി ഉള്ള പ്രോബ്ലംസ് ആണ്. സോ ഇഫ് യു ആർ ഏബിൾ ടു ഫൈൻഡ് ഔട്ട് എ പോളിനോമിയൽ ടൈം അൽഗോരിതം ഫോർ ദിസ് വൺ, ഇതും ഒരേ ലെവലിലെ കോംപ്ലക്സിറ്റിയാണ്. അതായത് ഇതിനൊരു സൊല്യൂഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റിയാൽ അതേ മെത്തേഡ് യൂസ് ചെയ്തിട്ട് നമുക്ക് മറ്റേയാളെയും സോൾവ് ചെയ്യാം എന്നർത്ഥം. അതുകൊണ്ടാണ് അങ്ങനെ എഴുതാൻ പറ്റണം. ദാറ്റ് ഈസ് വി മസ്റ്റ് റെഡ്യൂസ് ഇൻ പോളിനോമിയൽ ടൈം ഫ്രം L1 ടു H. L1ൽ നിന്ന് Hലേക്ക് നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റണം. Hനൊരു സൊല്യൂഷൻ കിട്ടിയാൽ പോളിനോമിയൽ ടൈം സൊല്യൂഷൻ ആണെങ്കിൽ അതേ സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് ഇതിനകത്ത് ഓരോ പ്രോബ്ലംസും ചെയ്യാൻ പറ്റണം. If so, we can say that our problem H is an NpHard problem. അടുത്തതെന്ന് പറഞ്ഞാൽ NP complete problem. So I will show you a figure. ഈ ഫിഗറിൽ നിന്ന് നമുക്ക് മനസ്സിലാകും. അപ്പോൾ നമ്മൾ പറഞ്ഞതിൽ NP എന്ന് പറഞ്ഞൊരു ക്ലാസ് ഓഫ് പ്രോബ്ലം ഉണ്ട്.
ഇതാണ് നമ്മൾ പറഞ്ഞതിൽ NP എന്ന് പറഞ്ഞ ക്ലാസ് പ്രോബ്ലം, NP ക്ലാസ് പ്രോബ്ലം, അതായത് ബുദ്ധിമുട്ടായിട്ടുള്ള പ്രോബ്ലം. അത് പോളിനോമിയൽ ടൈമിൽ ഇതിൽ ഏത് പ്രോബ്ലം എടുത്താലും അതിനൊരു പോളിനോമിയൽ ടൈം അൽഗോരിതം ഇല്ല. അതിൻ്റെ കോംപ്ലക്സിറ്റി എടുക്കുകയാണെങ്കിൽ ഇറ്റ്സ് വേഴ്സ്റ്റ് കേസ് ടൈം കോംപ്ലക്സിറ്റി വിൽ ബി എക്സ്പൊണൻഷ്യൽ ഓർ സൂപ്പർ പോളിനോമിയൽ. അപ്പോൾ ബുദ്ധിമുട്ടുള്ള പ്രോബ്ലം എന്നാണ് അതിൻ്റെ അർത്ഥം. യു നോ ദാറ്റ് P എന്ന് പറഞ്ഞാൽ അതിൻ്റെ സബ്സെറ്റ് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. ദാറ്റ് ഈസ് എ പോളിനോമിയൽ ടൈം സോൾവബിൾ പ്രോബ്ലം. പിന്നെ നമ്മൾ വേറൊരു ക്ലാസ് പറഞ്ഞു NpHard ക്ലാസ്. ഈ NpHard ക്ലാസ്സിൻ്റെ പ്രത്യേകത എന്താണ്? ഇതിലെ പ്രോബ്ലംസ് എന്ന് പറഞ്ഞാൽ ഈ NpHardൻ്റെ പോലെ അത്രത്തോളം ബുദ്ധിമുട്ടുള്ള പ്രോബ്ലംസ് ആണ്. അതുപോലെ തന്നെ ഇതിനകത്തൊരു പ്രോബ്ലം എടുത്താൽ ഒരു L എന്ന് പറഞ്ഞൊരു പ്രോബ്ലം, ഇഷ്ടമുള്ളൊരു L എന്ന് പറഞ്ഞ പ്രോബ്ലം എടുത്താൽ വി ക്യാൻ റെഡ്യൂസ് L ടു ദ NpHard പ്രോബ്ലം. ഇതിലേക്കുള്ളൊരു പ്രോബ്ലത്തിലേക്ക് ഇതിനെ നമുക്ക് റെഡ്യൂസ് ചെയ്ത് കൊണ്ടുവരാൻ പറ്റിയാൽ ആ പ്രോബ്ലം ഇവിടെയുള്ള പ്രോബ്ലത്തെ NpHard എന്ന് പറഞ്ഞ ക്ലാസ്സിൽ പെടുത്താം. ദാറ്റ് ഈസ് ദിസ് പ്രോബ്ലംസ് ആർ ആസ് ഹാർഡ് ആസ് ദ ഹാർഡസ്റ്റ് പ്രോബ്ലം ഇൻ NP. ആൻഡ് യു ക്യാൻ സീ ദിസ് കോമ്പിനേഷൻ. ഈ ഒരു കോമ്പിനേഷൻ ഏരിയ നോക്കുക. ഇതിലുള്ള ഒരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ, ഈ ഒരു റേഞ്ചിൽ വരുന്ന ഒരു പ്രോബ്ലം എടുക്കുകയാണെങ്കിൽ അതിന് രണ്ടെണ്ണത്തിൻ്റെയും പ്രോപ്പർട്ടീസ് ഉണ്ട്. അത് NPയുമാണ്, കാരണം ഇതിൻ്റെ റേഞ്ചിലും വരുന്നുണ്ട്, NpHardുമാണ്. അപ്പോൾ ഇഫ് എ പ്രോബ്ലം ഇസ് NP ആൻഡ് NpHard, then we can say that problem is an NP complete. അപ്പോൾ ഒരു പ്രോബ്ലം L എന്ന് പറഞ്ഞൊരു പ്രോബ്ലം അത് NP കംപ്ലീറ്റ് എന്ന് പറയണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. രണ്ട് കണ്ടീഷൻ ഏതൊക്കെയാണ്? ഫസ്റ്റ് കണ്ടീഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ എടുത്ത ഫസ്റ്റ് ക്ലാസ്സിലുള്ളത്, അതായത് NP ക്ലാസ്സിലുള്ളതായിരിക്കണം. ദാറ്റ് ഈസ് അത് ഈ ഒരു സർക്കിളിനുള്ളിൽ വരുന്നതായിരിക്കണം. NP ക്ലാസ് ഈ ഒരു ഏരിയയാണ് നമ്മൾ പറഞ്ഞത്, അത് NPയുടെയും ഏരിയയാണ് NpHardൻ്റെയും ഏരിയയാണ്. അപ്പോൾ ഈ രണ്ടുമാണ് എന്നുള്ളത് പ്രൂവ് ചെയ്താൽ വി ക്യാൻ സേ ദാറ്റ് പ്രോബ്ലം ഇസ് ആൻ NP കംപ്ലീറ്റ് പ്രോബ്ലം. അപ്പോൾ L എന്നുള്ളൊരു പ്രോബ്ലമാണ് നമുക്ക് NP കംപ്ലീറ്റ് എന്ന് പ്രൂവ് ചെയ്യേണ്ടത്. അതിൻ്റെ ഫസ്റ്റ് കണ്ടീഷൻ L NP ആണെന്ന് പ്രൂവ് ചെയ്യുക, സെക്കൻഡ് കണ്ടീഷൻ L എന്ന് പറയുന്നത് NpHard ആണെന്ന് പ്രൂവ് ചെയ്യുക. അപ്പോൾ രണ്ടുമാണെന്ന് പ്രൂവ് ചെയ്താൽ അത് ഈ ഇൻ്റർസെക്ഷൻ ഏരിയയിൽ വരും. ദാറ്റ് മീൻസ് ദാറ്റ് പ്രോബ്ലം ഈസ് ആൻ NP കംപ്ലീറ്റ് പ്രോബ്ലം. സോ ഹിയർ വി ഹാവ് ടു സ്റ്റഡി ടു പ്രോബ്ലംസ്. നമുക്കിവിടെ രണ്ട് പ്രോബ്ലത്തെക്കുറിച്ച് പഠിക്കാനുണ്ട്. ദ ഫസ്റ്റ് വൺ ഈസ് വെർട്ടെക്സ് കവർ പ്രോബ്ലം, ദ സെക്കൻഡ് വൺ ഈസ് ക്ലിക്ക് പ്രോബ്ലം. We need to prove that these two problems are NP complete problem. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ചോദിക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എക്സ്പ്ലെയിൻ ഓർ prove that click problem is an NP complete problem or vertex cover problem is an NP complete problem. അപ്പോൾ കോമൺ ആയിട്ട് പറയുകയാണെങ്കിൽ L എന്ന് പറഞ്ഞൊരു പ്രോബ്ലം NP കംപ്ലീറ്റ് ആവണം എന്നുണ്ടെങ്കിൽ രണ്ട് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ദ ഫസ്റ്റ് കണ്ടീഷൻ ഇസ് ദാറ്റ് ദ പ്രോബ്ലം L ഷുഡ് ബി an NP പ്രോബ്ലം. ദ സെക്കൻഡ് കണ്ടീഷൻ ഇസ് ദാറ്റ് L ഷുഡ് ബി an NpHard പ്രോബ്ലം. ഈ രണ്ട് കണ്ടീഷനും സാറ്റിസ്ഫൈ ചെയ്യുന്ന പ്രോബ്ലത്തെയാണ് വി ക്യാൻ കോൾ ഇറ്റ് ആസ് an NP കംപ്ലീറ്റ് പ്രോബ്ലം. അപ്പോൾ നമ്മളിത് എങ്ങനെ പ്രൂവ് ചെയ്യണത്? ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ വരികയാണെങ്കിൽ ഹൗ വി വിൽ പ്രൂവ് ദാറ്റ് പ്രോബ്ലം ഇസ് ആൻ NP പ്രോബ്ലം. സോ വി ക്യാൻ സീ ഫസ്റ്റ് മെത്തേഡ്, അതായത് ഇതിൽ പറഞ്ഞിരിക്കുന്ന ഫസ്റ്റ് കാര്യം നമ്മൾ എങ്ങനെയാണ് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. സപ്പോസ് യു ഹാവ് ഗിവൺ എൻ ഇൻസ്റ്റൻസ് ഓഫ് എ പ്രോബ്ലം. ഒരു പ്രോബ്ലത്തിൻ്റെ ഇൻസ്റ്റൻസ് തന്നിട്ടുണ്ടെന്ന് വെച്ചോ. പ്രോബ്ലത്തിൻ്റെ ഇൻസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ ആ പ്രോബ്ലത്തിന് കൊടുക്കുന്ന ഒരു ഇൻപുട്ട് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻപുട്ടിനെ സപ്പോസ് നമുക്കറിയാം NP എന്ന് പറഞ്ഞ ക്ലാസ് ഓഫ് പ്രോബ്ലത്തിനെ നമുക്ക് പെട്ടെന്ന് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ പറ്റില്ല. പക്ഷേ ഇഫ് യു ഹാവ് ഗിവൺ സം ഇൻഫർമേഷൻ യു ക്യാൻ വെരിഫൈ ഇൻ പോളിനോമിയൽ ടൈം. നമുക്ക് എന്തെങ്കിലും ഒരു വെരിഫിക്കേഷൻ ഇന്നത് ശരിയാണോ എന്ന് നോക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ വെരിഫിക്കേഷൻ നമുക്ക് പെട്ടെന്ന് ചെയ്യാം. പക്ഷേ ആൻസർ കണ്ടുപിടിക്കാനാണ് പാട്. അപ്പോൾ ഫസ്റ്റ് നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് ആ പ്രോബ്ലം ഈസിലി വെരിഫയബിൾ ആണ് പ്രൂവ് ചെയ്യുക. അങ്ങനെയാണെങ്കിൽ അത് NP എന്ന് പറഞ്ഞ ക്ലാസ്സിൽ വരും. രണ്ടാമത് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് എന്താണ്? ആ പ്രോബ്ലം NpHard ആണെന്നാണ്. NpHard എന്നൊരു പ്രോബ്ലം പ്രൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞു ദ പ്രോബ്ലം ഷുഡ് ബി ആസ് ഹാർഡ് ആസ് സം പ്രോബ്ലം ഇൻ NPയിലെ പ്രോബ്ലത്തിൻ്റെ അത്രയ്ക്ക് നമ്മുടെ പ്രോബ്ലം ബുദ്ധിമുട്ടാണെന്ന് കാണിക്കണം. അതായത് നമ്മൾ NPയിൽ ഏതെങ്കിലും ഒരു പ്രോബ്ലം എടുക്കുക. സപ്പോസ് H എന്ന് പറഞ്ഞ പ്രോബ്ലത്തെ നമ്മൾ NPയിൽ നിന്ന് എടുക്കുകയാണ്. ആ Hനെ നമ്മുടെ പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റിയാൽ ഇഫ് യു ക്യാൻ റെഡ്യൂസ് ഇൻ പോളിനോമിയൽ ടൈം ഫ്രം H to L, അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രോബ്ലം NpHard ആണെന്ന് നമുക്ക് പ്രൂവ് ചെയ്യാം. അപ്പോൾ രണ്ട് കണ്ടീഷൻ പ്രൂവ് ചെയ്യണം. നമ്മളുടെ ക്വസ്റ്റ്യൻ എന്താണ്? വി നീഡ് ടു പ്രൂവ് ദാറ്റ് അവർ പ്രോബ്ലം ഇസ് ആൻ NP കംപ്ലീറ്റ് പ്രോബ്ലം. നമ്മുടെ പ്രോബ്ലം L എന്ന് പറയുന്നതാണ് നമ്മുടെ പ്രോബ്ലം എന്നുണ്ടെങ്കിൽ സപ്പോസ് വി വാണ്ട് ടു പ്രൂവ് ദാറ്റ് L ഇസ് ആൻ NP കംപ്ലീറ്റ് പ്രോബ്ലം വി ഹാവ് ടു പ്രൂവ് ടു തിങ്സ്. ഫസ്റ്റ് വൺ, യു ജസ്റ്റ് റിമെമ്പർ ദിസ് ഫിഗർ. ഇഫ് L ഇസ് എ പ്രോബ്ലം we have to prove that this problem is an LP complete problem. Then first thing you have to prove that it is an element of NP. L is an NP problem. The second point we have to prove is that L is an NpHard problem. Okay, അപ്പോൾ ഇതിൽ വരുന്നുണ്ടെന്ന് കാണിക്കണം.
ഇതിൽ വരുന്നുണ്ടെന്നും കാണിക്കണം. അപ്പോൾ രണ്ടിൻ്റെയും കൂടെ ഇൻ്റർസെക്ഷനാണ് NP കംപ്ലീറ്റ്. അപ്പോൾ അതിൽ ഫസ്റ്റ് പാർട്ട് എങ്ങനെ പ്രൂവ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഒരു പ്രോബ്ലം NP ആണെന്ന് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ യു ടേക്ക് ആൻ ഇൻസ്റ്റൻസ് മീൻസ് യു ടേക്ക് ദ പ്രോബ്ലം, യു ഗീവ് ആൻ ഇൻപുട്ട് ടു ദ പ്രോബ്ലം, ആൻഡ് ഇഫ് യു ക്യാൻ വെരിഫൈ ദ പ്രോബ്ലം ഇൻ polynomial time, then you can prove that our problem L is NP. The second condition we have to prove is that L is an NpHard problem. In order to prove that the problem is NpHard, ഇത് പ്രൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം, NP എന്ന് പറഞ്ഞ ക്ലാസ്സിലെ ഏതെങ്കിലും ഒരു നോൺ NP പ്രോബ്ലം എടുക്കുക. നിങ്ങൾക്ക് അറിയാവുന്ന ഒരു NP പ്രോബ്ലം എടുക്കുക. അതിനെ നമ്മളുടെ ഈ ഒരു പ്രോബ്ലത്തിലേക്ക് റെഡ്യൂസ് ചെയ്തുകൊണ്ട് വരിക ഇൻ പോളിനോമിയൽ ടൈം. അതായത് ഇതിൻ്റെ ഒരു എക്സാമ്പിളിൽ നിന്ന് നിങ്ങൾ ഈ പ്രോബ്ലത്തിൻ്റെ ഒരു എക്സാമ്പിളിലേക്ക് അതിനെ കൊണ്ടുവരാൻ പറ്റുന്നുണ്ടെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് അവർ പ്രോബ്ലം ഇസ് ആൻ NpHard പ്രോബ്ലം. ഈ രണ്ട് കാര്യങ്ങളും നിങ്ങൾ പ്രൂവ് ചെയ്താൽ, ദാറ്റ് ഈസ് ഇഫ് യു ക്യാൻ പ്രൂവ് ദാറ്റ് L is an NP problem and L is an NpHard problem, that means that our problem is an NP complete problem. അപ്പോൾ ഏതൊരു പ്രോബ്ലം നിങ്ങൾക്ക് സോൾവ് ചെയ്യാൻ തന്നാലും ആദ്യം നിങ്ങൾ പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലം NP ആണെന്ന് പ്രൂവ് ചെയ്യണം. സെക്കൻഡ് പ്രൂവ് ചെയ്യേണ്ടത് നമ്മുടെ പ്രോബ്ലം NpHard ആണെന്ന് പ്രൂവ് ചെയ്യണം. അപ്പോൾ ഇത് രണ്ടും ഒരേ സമയം ഒരു പ്രോബ്ലം സാറ്റിസ്ഫൈ ചെയ്താൽ ദാറ്റ് പ്രോബ്ലം വിൽ ബി an NP complete problem.